രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടി. ലിറ്ററിന് 3.04 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇന്ധന വില വർധനവ്. തിരുവനന്തപുരത്ത് പെട്രോളിന് 110.25 രൂപയും ഡീസലിന് 99.63 രൂപയുമാണ് വില. കൊച്ചിയിൽ പെട്രോളിന് 108.78 രൂപ, ഡീസലിന് 97.67 രൂപ എന്നിങ്ങനെയാണ് പുതിയ നിരക്ക്. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണ കമ്പനികളുടെ ആവശ്യം. എന്നാൽ 3 രൂപ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത്. വില ഇനിയും വർദ്ധിക്കുമെന്ന ആശങ്കയെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ വലിയ തിരക്കും പരിഭ്രാന്തിയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പലയിടങ്ങളിലും ഇന്ധനം തീർന്നുവെന്ന ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിലൊക്കെ ഇന്ധന പ്രതിസന്ധി വലിയ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കമ്പനികളൊക്കെ വില കൂട്ടാനൊരു തീരുമാനമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്തിരുന്നു. എന്തായാലും രാജ്യത്ത് പെട്രോൾ ഡീസലിന്റെ വില കൂട്ടിയിരിക്കുകയാണ്. ലിറ്ററിന് 3.04 രൂപയാണ് കൂട്ടിയിട്ടുള്ളത്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആഗോള വിപണിയിൽ ഇത്തരമൊരു പ്രതിസന്ധി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ധന വില വർധനവുണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 110.25 രൂപയും ഡീസലിന് 99.63 രൂപയുമാണ് വിലയുള്ളത്. കൊച്ചിയിലെ പെട്രോളിന്റെ വില 108.78 രൂപയും ഡീസലിന്റെ വില 97.67 രൂപ എന്നിങ്ങനെയാണ് പുതിയ നിരക്കുകളൊക്കെ വന്നിട്ടുള്ളത്. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നൊക്കെ ആയിരുന്നു എണ്ണ കമ്പനികൾ ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്രം അനുമതി നൽകിയില്ല. എന്തായാലും വില ഇനിയും വർദ്ധിക്കുമെന്ന ആശങ്കയുണ്ട്. ഇതേ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെട്രോൾ പമ്പുകൾ വലിയ രീതിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ജനങ്ങളൊക്കെ വലിയ പരിഭ്രാന്തിയും ഒക്കെ ആണ് ഇന്ധന പ്രതിസന്ധിയിൽ. എന്തായാലും പലയിടങ്ങളിലും ഇന്ധനം തീർന്നുവെന്ന ബോർഡുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടായും റിപ്പോർട്ടുണ്ട്. എന്തായാലും ഇന്ധന വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.